നമസ്കാരം, ഞാൻ ഡോക്ടർ അഖില, ജീവിത ആയുർവേദയിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. കുറച്ചധികം സ്ത്രീകൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് ആർത്തവകാലത്തെ അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ്. അപ്പം എന്താണ് ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ്? എപ്പോഴാണ് നമ്മൾ നോർമലി വരുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ എപ്പോഴാണ് അത് ഹെവി അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് നമ്മൾ എപ്പോഴാണ് അതിനെ കണക്കാക്കുന്നത്? അതുപോലെ നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ അവസ്ഥകളിലാണ് ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് സ്ത്രീകളിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു 3 മുതൽ 7 ദിവസം വരെ ബ്ലീഡിങ് നീണ്ടു നിൽക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് ആദ്യത്തെ ദിവസമായിരിക്കും ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക, ചിലർക്ക് രണ്ടാമത്തെ 3-ാമത്തെ ദിവസമായിരിക്കും. അപ്പോൾ യൂഷ്വലി ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം തൊട്ട് ബ്ലീഡിങ് കുറഞ്ഞ് അതൊരു 5-ാമത്തെ അല്ലെങ്കിൽ ഒരു 7-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് നിൽക്കുന്നതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ചില സ്ത്രീകളിലെങ്കിലും ഈ ബ്ലീഡിങ് 7 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാം, അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ, അതായത് 7 ദിവസം തന്നെ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ബ്ലീഡ് ചെയ്തു പോകും. അതായത് ദിവസവും 7, 8, 9 പാഡ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാഡ് വരെ ഡെയിലി മാറ്റേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബ്ലീഡിങ് അധികമായിട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ രാത്രി എണീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അതായത് രാത്രി ഉറക്കത്തിൻ്റെ ഇടയിലാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു വെറ്റായിട്ട് അവർക്ക് എണീറ്റ് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അതിനെ ഹെവി എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് എണീക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ഒക്കെ നമുക്ക് ആ ബ്ലീഡിങ് വരുന്നതായിട്ടുള്ള ഒരു ഫീല്. അപ്പോൾ ഇതൊക്കെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. മെയിനായിട്ട് ക്ഷീണം, നല്ല ക്ഷീണം ഉണ്ടാവും, ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോഴാണ് നമ്മളതിനെ ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് നമ്മളതിനെ ഉൾപ്പെടുത്തുന്നത്.